നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും തിരുപ്പിറവി ആശംസകൾ. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാറിൽ കടത്തിയ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. സംഭവത്തിൽ 2 പേർ കരുനാഗപ്പള്ളിയിൽ പിടിയിൽ. തഴവ സ്വദേശികളാണ് അറസ്റ്റിലായത്. തിരുപ്പിറവിയുടെ സ്മരണയിൽ വിശ്വാസികൾ ക്രിസ്മസ് ആഘോഷിക്കുന്നു. ദേവാലയങ്ങളിൽ പാതിരാ കുർബാന, കരോൾ ഗാനങ്ങളോടെ ചടങ്ങുകൾക്ക് തുടക്കം. കുന്നത്തൂർ താലൂക്ക് NSS കരയോഗ യൂണിയനിൽ നേതൃസംഗമം. വിദ്യാഭ്യാസ ധനസഹായം വിതരണം ചെയ്തു. 2,44,000 രൂപയാണ് വിതരണം ചെയ്തത്. വിശദമായ വാർത്തകളിലേക്ക്. കാറിൽ കടത്താൻ ശ്രമിച്ച നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി 2 പേരെ കരുനാഗപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. ക്രിസ്മസ് പുതുവത്സരകാല വാഹന പരിശോധനയ്ക്കിടെയാണ് പുകയില ഉൽപ്പന്നങ്ങളുമായി ഇവർ പിടിയിലായത്. തഴവ സ്വദേശികളാണ് അറസ്റ്റിലായത്. തഴവ കുളങ്ങരശ്ശേരി കിഴക്കതിൽ നിസാറിന്റെ മകൻ മുഹമ്മദ് നാസിം, തഴവ കാട്ടയ്യത്ത് കിഴക്കതിൽ നാസറിന്റെ മകൻ നജീം എന്നിവരാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി പിടിയിലാകുന്നത്. ക്രിസ്മസ് പുതുവത്സരക്കാല വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നതാണ് ഈ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ എന്ന് ISHO ബിജു പറഞ്ഞു. പ്രതികൾ സഞ്ചരിച്ച കാറും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികൾ പിടിയിലാകുന്നത്. SI ഷമീർ, ACPOമാരായ ഹാഷിം, രാജീവ് കുമാർ, മനുലാൽ, CPO റഫീഖ് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കരുനാഗപ്പള്ളി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഗ്രാമശാസ്ത്ര ജാഥ സമാപിച്ചു. കരുനാഗപ്പള്ളി ഇടക്കുളങ്ങരയിൽ നിന്നും ആരംഭിച്ച ജാഥ തൊടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തൊടിയൂർ ഗ്രാമപഞ്ചായത്തിലെ പര്യടനത്തിന് ശേഷം കല്ലേരി ഭാഗം മാമി ജംഗ്ഷനിൽ നടന്ന സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ അഡ്വക്കേറ്റ് അനിൽ S. കല്ലേരി ഭാഗം ഉദ്ഘാടനം ചെയ്തു. വിവിധ യോഗങ്ങളിൽ L. ശൈലജ, PS. സാനു, G. സുനിൽകുമാർ, മോഹൻദാസ് തോമസ്, KG. ബാലചന്ദ്രൻ, ഡോക്ടർ KG. അഭിലാഷ് കുമാർ, AK. ലളിതാംബിക, V. ശിവൻകുട്ടി, PG. അനിൽകുമാർ, S. സോമൻപിള്ള എന്നിവർ സംസാരിച്ചു. ശാസ്ത്രമുള്ളവരായി ജനവിഭാഗങ്ങളെ വളർത്തിയെടുക്കുവാൻ വേണ്ടിയിട്ട് വിദ്യാഭ്യാസ മേഖലകളിലും ആരോഗ്യ മേഖലകളിലും മാലിന്യ പരിപാലനത്തിലും ഒക്കെ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കഴിയുന്നത് ശാസ്ത്രത്തിന് മാത്രമാണ് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതൃത്വത്തിൽ 1 മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഗ്രാമാന്തരങ്ങളിലും നഗരപ്രദേശങ്ങളിലും ഗ്രാമശാസ്ത്ര ജാഥകൾ സംഘടിപ്പിക്കുന്നത്. കരുനാഗപ്പള്ളി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ജാഥ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നെങ്കിൽ മാത്രമേ ഈ രാജ്യത്തെ സംരക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ. ഒരു പുത്തൻ ഇന്ത്യ പണിയാൻ കഴിയുകയുള്ളൂ. അങ്ങനെ കഴിയണമെന്നുണ്ടെങ്കിൽ ശാസ്ത്രബോധമുള്ളവരായി നമ്മൾ വളരുക മാത്രമല്ല, ശാസ്ത്രബോധം പ്രചരിപ്പിക്കുന്നവരായി നാം മാറണം. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കോൺഗ്രസ് ഓച്ചിറ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സുനാമി സ്മൃതി ദിനം 26-ന് ആചരിക്കും. ഇതിന്റെ ഭാഗമായി അഴീക്കലിൽ ഉപവാസം സംഘടിപ്പിക്കും. സുനാമി മേഖലയിലെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഉപവാസം നടത്തുന്നതെന്ന് കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഓച്ചിറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഡിസംബർ 28-ന് സുനാമി സ്മൃതി ദിനം ആചരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി അഴീക്കലിൽ ഉപവാസം നടത്തും. രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയാണ് ഉപവാസം നടത്തുന്നതെന്ന് ഭാരവാഹികൾ ഓച്ചിറയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇതിനെ നടുക്കിയ സുനാമി ദുരന്തത്തിന്റെ 19 വർഷം തികയാണ്. ഒരു പ്രദേശത്ത് നിന്ന് കുടുംബത്തോടൊപ്പം പലായനം ചെയ്ത് ക്ലാപ്പന പഞ്ചായത്തിലും കുലശേഖരം പഞ്ചായത്തിലുമായി ഏതാണ്ട് 15ഓളം സുനാമി കോളനികളിൽ ഇന്നും നരകയാതന അനുഭവിക്കുന്ന മനുഷ്യരാണ് ആ കോളനിയിൽ താമസിക്കുന്നത്. ആ പ്രദേശത്ത് നിന്ന് പറിച്ചു നടുകയും കുലശേഖരപുരം, ക്ലാപ്പന, ഓച്ചിറ, കരുനാഗപ്പള്ളി നഗരസഭ പോലെയുള്ള പ്രദേശങ്ങളിൽ അവരുടെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് മാറി, തീരദേശത്തെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പറിച്ചു നട്ടപ്പോൾ അവർക്ക് അവർ കഴിഞ്ഞുകൊണ്ട് വന്നിരുന്ന, അതുവരെ താമസിച്ചുകൊണ്ട് വന്നിരുന്ന തീരത്തെ ആ ജോലി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉൾപ്പെടെ വളരെയേറെ ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിച്ചു. സുനാമി കോളനികളിലെ നരകയാതനകൾക്ക് അറുതി വരുത്തുക, സുനാമി കോളനികളിലെ വീടുകൾ പുനർനിർമ്മിക്കുക, സുനാമി ദുരന്തത്തിൽ ജീവിച്ചിരിക്കുന്നവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക, മത്സ്യത്തൊഴിലാളി ഭവന പദ്ധതി പുനഃസ്ഥാപിക്കുക, മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ സഹായം സമയബന്ധിതമായി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഉപവാസ സമരം നടത്തുന്നത്. CR മഹേഷ് MLA സമരം ഉദ്ഘാടനം ചെയ്യും. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് BS വിനോദ് അധ്യക്ഷത വഹിക്കും. DCC പ്രസിഡന്റ് P രാജേന്ദ്ര പ്രസാദ് മുഖ്യ പ്രസംഗം നടത്തും. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് M ലിജു സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.
ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ തിരുപ്പിറവിയുടെ സ്മരണയിൽ ക്രിസ്മസ് ആഘോഷിക്കുന്നു. ദേവാലയങ്ങളിൽ പാതിരാ കുർബാന നടന്നു. കരോൾ ഗാനങ്ങളുടെ അകമ്പടിയോടെയാണ് ക്രിസ്മസ് ആഘോഷം ആരംഭിച്ചത്. തിരുപ്പിറവിയുടെ ഓർമ്മകളിൽ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ക്രിസ്മസ് ആഘോഷിച്ചു. സംസ്ഥാനത്തെ ആരാധനാലയങ്ങളിൽ പ്രാർത്ഥനാ ചടങ്ങുകൾ നടത്തി. വിവിധ ദേവാലയങ്ങളിൽ നടന്ന പാതിരാ കുർബാനയിൽ നിരവധി വിശ്വാസികളാണ് പങ്കെടുത്തത്. കരോൾ ഗാനത്തിന്റെ അകമ്പടി കൂടി ചേർന്നതോടെ ക്രിസ്മസ് രാത്രി ഭക്തിസാന്ദ്രമായി. വിവിധ ദേവാലയങ്ങളിൽ നടന്ന പാതിരാ കുർബാനയിൽ നിരവധി വിശ്വാസികളാണ് പങ്കെടുത്തത്. കോയിവിള സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ കരോൾ ഗാനത്തിന്റെ അകമ്പടിയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. പാതിരാ കുർബാനയിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. പരിശുദ്ധമായ ദിനം നമുക്കായിട്ട് പറഞ്ഞു നൽകിയാണ്. ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചതാണ് യേശുക്രിസ്തു. ദരിദ്രനായിട്ട് ഈ ലോകത്തിലേക്ക് പിറന്നതിന്റെ ചരിത്രമാണ് ക്രിസ്തുമസ് എന്ന് പറയുന്നത്. വികാരി ഫാദർ ജോളി എബ്രഹാം ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചവറ. യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി കൊല്ലത്തും ക്രിസ്മസ് ആഘോഷിച്ചു. ശാന്തിയുടെയും സമാധാനത്തിന്റെയും ആഘോഷമാണ് ക്രിസ്മസ്. പുൽക്കൂടും നക്ഷത്രങ്ങളും ഒരുക്കിയും നഗരങ്ങളിലെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം മനോഹരമായ ക്രിസ്മസ് ട്രീകൾ സ്ഥാപിച്ചുമാണ് കൊല്ലം ജില്ലയിൽ ക്രിസ്മസിനെ വരവേറ്റത്. നഗരവാസികൾ ക്രിസ്മസ് ആഘോഷിച്ചു. ശാന്തിയുടെയും സമാധാനത്തിന്റെയും ആഘോഷമാണ് ക്രിസ്മസ്. പുൽക്കൂടും നക്ഷത്രങ്ങളൊരുക്കിയും നഗരങ്ങളിലെ പ്രധാന കേന്ദ്രങ്ങളെല്ലാം മനോഹരമായ ക്രിസ്മസ് ട്രീകൾ സ്ഥാപിച്ചുമാണ് കൊല്ലം ജില്ലയിൽ ക്രിസ്മസിനെ വരവേറ്റത്. ബെത്ലഹേമിലെ പുൽത്തൊഴുത്തിൽ ഉണ്ണിയേശു പിറന്നു വീണത് അനുസ്മരിച്ചും പ്രത്യാശയുടെയും സമാധാനത്തിന്റെയും സന്ദേശങ്ങൾ പങ്കുവച്ചും പള്ളികളിൽ പാതിരാ കുർബാനയും പ്രത്യേക ക്രിസ്മസ് ശുശ്രൂഷകളും നടന്നു. പാതിരാ കുർബാനയിലും തിരുകർമ്മങ്ങളിലും 25 നോപ്പിന്റെ വ്രതശുദ്ധിയുമായി വിശ്വാസികൾ പങ്കുചേർന്നു. തങ്കശ്ശേരി ഇൻഫന്റ് ജീസസ് കത്തീഡ്രൽ ദേവാലയത്തിലെ തിരുപ്പിറവി ആഘോഷവും പാതിരാ കുർബാനയ്ക്കും ബിഷപ്പ് റൈറ്റ് റവറൻഡ് പോൾ ആന്റണി മുല്ലശ്ശേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. First in His Word, then in His humanity, and every day in the sacrament of the Holy Eucharist and the sacrament of the living people of God, men and women. കേക്ക് മുറിച്ചും വൈനുണഞ്ഞും ഹാപ്പി ക്രിസ്മസ് പറഞ്ഞും ആശംസകൾ നേർന്നു. സന്തോഷത്തിന്റെ പങ്കിടൽ ദേവാലയങ്ങളിൽ കാണാമായിരുന്നു. ദിവസങ്ങളായി നാടിൻ്റെ നിറം സാന്താക്ലോസിനെ അനുസ്മരിപ്പിക്കുന്ന ചുവപ്പും വെള്ളയുമാണ്. വിദ്യാലയങ്ങളിലും കലാലയങ്ങളിലും പള്ളികളിലുമെല്ലാം ആ നിറം അണിഞ്ഞെത്തിയവരായിരുന്നു ഏറെയും. സന്ധ്യ മുതൽ പള്ളികളിൽ നല്ല തിരക്കായിരുന്നു. കരോൾ ഗാനങ്ങൾ ഉയർന്നു. പാതിരാ കുർബാന കഴിഞ്ഞ് മടങ്ങിയവർ വീണ്ടും ആഘോഷത്തിലേക്ക് മടങ്ങി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ചവറ ഗ്രാമപഞ്ചായത്തിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് കുമാറും സെക്രട്ടറി ശിവകുമാറും ചേർന്ന് കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. വിവിധ കലാപരിപാടികളും നടത്തി. ചവറ ഗ്രാമപഞ്ചായത്തിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് കുമാറും സെക്രട്ടറി ശിവകുമാറും ചേർന്ന് കേക്ക് മുറിച്ചാണ് ക്രിസ്മസ് ആഘോഷം ഉദ്ഘാടനം ചെയ്തത്. 2023 ക്രിസ്മസ്
ആഘോഷങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്മസ് ആശംസകളും 2024 ഒരു നല്ല പുതുവർഷം എല്ലാവർക്കും ആശംസിക്കുകയാണ്. ക്രിസ്മസിൻ്റെ സന്ദേശം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം, എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഉള്ള സമ്പൽ സമൃദ്ധിയുടേതായിട്ടുള്ള ഒരു വർഷമായി തീരട്ടെ 2024 എന്ന് ആശംസിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഐ ജയലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികൾ, ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. ക്രിസ്മസ് സുഹൃത്തുക്കളെ തെരഞ്ഞെടുത്ത സമ്മാനങ്ങൾ നൽകി. വിവിധ കലാമത്സരങ്ങളും നടത്തി. ന്യൂസ് ബ്യൂറോ, ചവറ. കുന്നത്തൂർ താലൂക്ക് NSS കരയോഗ യൂണിയനിൽ നേതൃസംഗമം സംഘടിപ്പിച്ചു. കരയോഗങ്ങളിലെ വിദ്യാഭ്യാസ ധനസഹായം ചടങ്ങിൽ വിതരണം ചെയ്തു. 2,40,000 രൂപയാണ് വിതരണം ചെയ്തത്. കുന്നത്തൂർ താലൂക്ക് NSS കരയോഗ യൂണിയനിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിച്ചു വരുന്ന 123 കരയോഗങ്ങളുടെ ഭാരവാഹികളുടെ നേതൃസംഗമമാണ് നടത്തിയത്. VRK ബാബു യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. കേരളത്തിലെ ഏറ്റവും ശക്തിമത്തായ സംഘടനയായ നായർ സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തനം അന്നത്തെ പോലെ തന്നെ ശക്തിമത്തായി മുമ്പോട്ട് കൊണ്ടുപോകുന്നത് നായർ സർവീസ് സൊസൈറ്റിയുടെ കർമ്മധീരരായ നേതാക്കളുടെ അവസരോചിതമായ നടപടികൾ കൊണ്ടാണ്, അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് എന്നുള്ളത് ആരും സംഭവിക്കുന്ന ഒരു സത്യമാണ്. നായർ സർവീസ് സൊസൈറ്റിയുടെ ഗുണഭോക്താക്കളാകാത്ത ഒരൊറ്റ നായർ സമുദായമെന്നവും ഒരു പക്ഷേ കേരളത്തിൽ കാണുകയില്ല, ഒരു കുടുംബവും കാണുകയില്ല. സംഘടനാ കാര്യങ്ങൾ യോഗത്തിൽ വിശദീകരിച്ചു. 123 കരയോഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി NSS വിദ്യാഭ്യാസ ധനസഹായമായി 2,40,000 രൂപ ചടങ്ങിൽ വിതരണം ചെയ്തു. താലൂക്ക് യൂണിയൻ സെക്രട്ടറി M അനിൽകുമാർ, ഭരണസമിതി അംഗങ്ങൾ, NSS പ്രതിനിധി സഭാംഗങ്ങൾ, പഞ്ചായത്ത് സമിതി അംഗങ്ങൾ, മേഖലാ കോർഡിനേറ്റേഴ്സ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. നാഷണൽ ചൈൽഡ് ഡെവലപ്മെന്റ് കൗൺസിൽ കേരള റീജിയൻ പൊതുജനങ്ങൾക്കായി ഗ്ലാസ് പെയിന്റിംഗിൽ സൗജന്യ പരിശീലനവും അവാർഡ് ദാനവും സംഘടിപ്പിച്ചു. പുനലൂർ ബാബാജി ഹാളിൽ നടന്ന പരിപാടി പുനലൂർ താലൂക്ക് വ്യവസായ കേന്ദ്രം ഓഫീസർ ജോൺ മാത്യു ഉദ്ഘാടനം ചെയ്തു. ഈ ചിത്രം വരയ്ക്കാൻ അറിയാത്തവർക്ക് ചിത്രം വരയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് നിങ്ങളെ പ്രാപ്തമാക്കുന്ന, അല്ലെങ്കിൽ പേന പിടിക്കാൻ മാത്രം അറിയാമെങ്കിൽ, പെൻസിൽ പിടിക്കാൻ മാത്രം അറിയാമെങ്കിൽ നിങ്ങൾക്ക് മനോഹരമായ ചിത്രങ്ങൾ ഉണ്ടാക്കാം. നിങ്ങൾക്കൊരു പെയിൻ്റർ ആകാം, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഗിഫ്റ്റുകൾ ഉണ്ടാക്കാം, നിങ്ങൾക്കിതൊരു വരുമാന മാർഗമാക്കി എടുക്കാം. അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു സിമ്പിൾ ടെക്നിക്കാണ് ഗ്ലാസ് പെയിൻറ്റിങ്. അപ്പോൾ ഞങ്ങൾക്ക് കുറേ പ്രോഗ്രാമുകൾ ഉണ്ടെങ്കിലും ഈ ഗ്ലാസ് പെയിൻറ്റിങ്ങിനാണ് കൂടുതൽ ആളുകൾ വരുന്നത്. കാര്യം അതൊരു ജനകീയമായിട്ടുള്ള ഒരു പ്രോഗ്രാമായി. ഇപ്പം ഞങ്ങൾ പല പ്രോഗ്രാമുകളിൽ ആളുകൾ വരണ്ടെന്ന് പറഞ്ഞ് വിലക്കുകയാണ്. കാര്യം നമുക്ക് അതിനുള്ള മെറ്റീരിയൽ, ഇരിക്കാനുള്ള സൗകര്യങ്ങളും ചെയ്യാനുള്ള ഫെസിലിറ്റീസൊക്കെ ഉള്ളത് കുറവായതുകൊണ്ട് ഇന്ന് തന്നെ വളരെ സെലക്ട് ചെയ്ത കുറച്ച് ആളുകളെ മാത്രമാണ് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് പങ്കെടുപ്പിച്ചത്. അപ്പോൾ എല്ലാവരും ഈ പ്രോഗ്രാം പ്രയോജനപ്പെടുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്നേഹതീരം ഡയറക്ടർ ആൻഡ് സെക്രട്ടറി സിസ്റ്റർ റോസലിൻ, TV റിപ്പോർട്ടർമാരായ സുനിൽ, മെർലിൻ, സൂസൻ വർഗീസ് എന്നിവർക്ക് ഗ്ലോബൽ ഗുഡ്വിൽ അംബാസഡർ ബാബ അലക്സാണ്ടർ അവാർഡുകൾ നൽകി ആദരിച്ചു. NCDC PRO ജയശ്രീ സ്വാഗതം പറഞ്ഞു. കാർട്ടൂണിസ്റ്റ് ഷാജി M പുന്നൂർ, NCDC PROമാരായ റാഷിദ N, അൻസാബി ഖാൻ എന്നിവർ സംസാരിച്ചു. നമ്മുടെ ഈ തൂക്കുപാലത്തിന്റെ നാടായിട്ടുള്ള പുനലൂരിൽ ഒട്ടനവധി ക്ലബ്ബുകളും അല്ലെങ്കിൽ സംഘടനകൾ, ഗ്രൂപ്പുകൾ, കൂട്ടായ്മകളൊക്കെ ഉണ്ട്. അപ്പോൾ അവയിൽ നിന്നൊക്കെ NCDCയെ വ്യത്യസ്തമാക്കുന്നത് കുറച്ച് ഘടകങ്ങളുണ്ട്. കാരണം സാധാരണപ്പെട്ട ആളുകളിലേക്ക് അല്ലെങ്കിൽ ഏത് ലെവലിലുള്ള ആളുകളിലേക്കും ഇറങ്ങിച്ചെല്ലാനുള്ള ബാബാ സാറിൻ്റെ ഒരു മനസ്സ് അല്ലെങ്കിൽ NCDCയുടെ ഒരു അത്തരത്തിലുള്ള ഒരു ലക്ഷ്യമാണ് ഇവരെ കൂടുതൽ ജനകീയമാക്കുന്നത്. പൊതുജനങ്ങൾക്കായി നടത്തുന്ന സൗജന്യ ഗ്ലാസ് പെയിന്റിംഗ് പരിശീലനത്തിന് ബാബ അലക്സാണ്ടർ നേതൃത്വം നൽകി. ചിത്രരചന, പെയിന്റിംഗ് എന്നിവയിൽ കഴിവില്ലാത്തവർക്കും മനോഹരമായ ചിത്രങ്ങളും പെയിന്റിങ്ങുകളും ചെയ്യാൻ സാധ്യമാക്കുന്ന ലളിതമായ ടെക്നിക്കാണ് ഗ്ലാസ് പെയിന്റിംഗ്. ഇത് പഠിച്ച് സ്വയം തൊഴിലിലൂടെ വരുമാനം കണ്ടെത്താനും പേഴ്സണൽ ഗിഫ്റ്റുകൾ നൽകാനുമാകും. ഷോക്കേസ് അലങ്കരിക്കാം, കഴിവുകൾ വളർത്താം, ഹോബിയാക്കാം എന്നതും പ്രത്യേകതയാണ്. പരിശീലനത്തിൽ പങ്കെടുത്തവർക്ക് അവർ വരച്ച ചിത്രങ്ങൾ സൗജന്യമായി ഫ്രെയിം ചെയ്ത് നൽകി. ഏതു പ്രായക്കാർക്കും ക്ലാസ്സിൽ പങ്കെടുക്കാം. വിദ്യാഭ്യാസ യോഗ്യത വിഷയമല്ല. മെറ്റീരിയൽസ്, ഫ്രെയിമിംഗ് എന്നിവ സൗജന്യവുമാണ്. അത് നമ്മുടെ മുമ്പിൽ, നമ്മുടെ കയ്യിൽ ദൈവം തന്നിട്ടുണ്ട്. ആ കുഞ്ഞിനെ, അവനെ ആ പ്രതിഭയാക്കി മാറ്റാനുള്ള അവസരത്തെ നമ്മൾ വിനിയോഗിക്കാതിരിക്കുന്നത് കാണിക്കുന്ന പാതകമാണ്
എന്ന് ചിന്തിച്ചും കൊണ്ട് അവൻ്റെ മണ്ഡലങ്ങളിലേക്ക് പോകാനുള്ള മനോവ്യാപാരം ആദ്യം തുടങ്ങേണ്ടത് മാതാവിൽ നിന്നും പിന്നെ പിതാവിൽ നിന്നും പിന്നെ ഗുരുക്കന്മാരിൽ നിന്നുമാണ്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. KSU മാവേലിക്കര നിയോജക മണ്ഡലം കമ്മിറ്റി ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് PS അനൂതാജ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ പ്രമുഖ ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുത്തു. KSU മാവേലിക്കര നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. സംസ്ഥാനത്തെ പ്രമുഖ ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് PS അനൂതാജ് ഉദ്ഘാടനം ചെയ്തു. KSU മണ്ഡലം പ്രസിഡന്റ് റിയാസ് പത്തിശ്ശേരിൽ അധ്യക്ഷത വഹിച്ചു. തൻസീർ രംഗനാകുതി സമ്മാനദാനം നിർവഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ അനി വർഗീസ്, G ഹരിപ്രകാശ്, DCC വൈസ് പ്രസിഡന്റ് KR മുരളീധരൻ, PB അബു, PM രവി, സിംജോ സാമുവൽ, ശ്രീജിത്ത് പുലിമേൽ, സുറുമി ഷാഹുൽ, രോഹിത് MS, അൻസിൽ, ഷെയ്ഖ് ഫയാസ്, ജിഷ, റീജ, സജു സലീം, ആദിൽ തുടങ്ങിയവർ പങ്കെടുത്തു. KSU എന്ന് പറയുന്ന സംഘടന കേരളത്തിലുടനീളം നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കൂടുതൽ രാഷ്ട്രീയം ഞാൻ പറയുന്നില്ല, എങ്കിൽ പോലും 1-2 കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ ചടങ്ങ് അവസാനിപ്പിക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ KSU എന്ന സംഘടന കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി തെരുവോരങ്ങളിൽ കഷ്ടപ്പെട്ടുകൊണ്ട് സമരം നടത്തിക്കൊണ്ട് അവരുടെ അവകാശ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് കടന്നു വന്ന സംഘടനയാണ്. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. പാവുമ്പ SN ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ വാർഷികം നടത്തി. ഇതോടനുബന്ധിച്ച് കബഡി ഫെസ്റ്റും സംഘടിപ്പിച്ചു. 2 ദിവസമായാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. പാവുമ്പ SN ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ വാർഷികവും കബഡി ഫെസ്റ്റും നടന്നു. ഫെസ്റ്റ് 2023 എന്ന പേരിലാണ് 2 ദിവസത്തെ കബഡി ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. ഇതോടനുബന്ധിച്ച് നടത്തിയ സാംസ്കാരിക സമ്മേളനം CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്തു. ഹൈമാസ് ലൈറ്റിന്റെ കാര്യമാണ്, അത് അനുവദിക്കുന്നതിന് യാതൊരുവിധ തടസ്സവുമില്ല. MLA ഫണ്ടുണ്ട്, വലിയ ഫണ്ട് വേണ്ടി വരുന്നതല്ല, ലൈറ്റ് അനുവദിക്കാം എന്ന് ഉറപ്പു തരികയാണ്. പക്ഷേ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് മെമ്പർ ഈ ലൈറ്റ് അനുവദിച്ചാൽ, സ്ഥാപിച്ചാൽ അതിന്റെ കറണ്ട് ചാർജ് അടയ്ക്കാമെന്നും കേടായാൽ എന്നെ പഴി പറയിപ്പിക്കാതെ അത് മെയിൻ്റനൻസ് ചെയ്ത് പരിപാലിച്ചുകൊള്ളാമെന്നും പഞ്ചായത്തിന്റെ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് തന്നാൽ ഇപ്പൊ തന്നെ അനുവദിച്ചിരിക്കുകയാണ്. JP പാവുമ്പ അധ്യക്ഷത വഹിച്ചു. കവി ഇഞ്ചക്കാട് ബാലചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ഞാൻ അറിഞ്ഞു വരുന്നവൾ നിത്യതാരുണ്യ ഭാഗ്യം ലഭിച്ചവൾ. മുമ്പ് ഞാൻ കേട്ടിരുന്നത് കാലൻ കയറുമായിട്ട് പോത്തിന്റെ പുറത്ത് വരുന്നു, അങ്ങനെയാണ് മരണത്തെ കുറിച്ച് കൊച്ചുനാളൊക്കെ ഞാൻ കേട്ടിട്ടുള്ളത്. ഇപ്പോ സുന്ദരിയായ ഒരു സ്ത്രീ മരണമായിട്ടെത്തുന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അത്ഭുതം, ഞാൻ അറിഞ്ഞു വരുന്നവൾ നിത്യതാരുണ്യ ഭാഗ്യം ലഭിച്ചവൾ. തീർത്ഥയാത്രയിൽ കൂട്ടാളിയാകുവാൻ എൻ കരം കവർന്ന് ആദ്യം നടക്കുവാൻ. മധുമാവൂരിൽ ബിജു പാവുമ്പ, വിജയകുമാർ, അരുൺ ശങ്കരൻ പങ്കെടുത്തു. തുടർന്ന് കളരിപ്പയറ്റ് അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, തഴവ. താമരക്കുളം കല്ലൂർ പള്ളി മുസ്ലിം ജമാഅത്ത് നിർമ്മിച്ച ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്തു. ജമിയത്തുൽ ഉലമ സംസ്ഥാന പ്രസിഡന്റ് KP അബൂബക്കർ ഹസ്രത്ത് ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്തു. പൊതുസമ്മേളനം കൊടിക്കുന്നിൽ സുരേഷ് MPയും ഉദ്ഘാടനം ചെയ്തു. താമരക്കുളം കല്ലൂർ പള്ളി മുസ്ലിം ജമാഅത്ത് നിർമ്മിച്ച KMJ കൺവെൻഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്തു. ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ സംസ്ഥാന പ്രസിഡന്റ് KP അബൂബക്കർ ഹസ്രത്ത് നിർവഹിച്ചു. ആരെല്ലാം എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ അതെല്ലാം അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അവർക്കെല്ലാവർക്കും അർഹമായ പ്രതിഫലം അല്ലാഹു നൽകുമാറാകട്ടെ. ഇത് നമുക്ക് ഒരു അനുഗ്രഹമാണ്. ഈ ഓഡിറ്റോറിയം ഇവിടെ വന്നത് ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും അനുഗ്രഹമാണ്. പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം കൊടിക്കുന്നിൽ സുരേഷ് MP നിർവഹിച്ചു. പുതിയൊരു ഓഡിറ്റോറിയം കൂടി വരുമ്പോൾ നിലവിലുള്ള ഓഡിറ്റോറിയങ്ങൾക്ക് അതൊരു ഭീഷണിയല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിന്റെ തന്നെ ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ് ഈ ഓഡിറ്റോറിയങ്ങളൊക്കെ തന്നെ. കല്യാണത്തിനായിരുന്നാലും മറ്റു ചടങ്ങുകൾക്കായിരുന്നാലും നമ്മളിത് ആശ്രയിക്കുന്നത് ഇതുപോലുള്ള ചെറുതും വലുതുമായ ഓഡിറ്റോറിയങ്ങളാണ്. ചില പീക്ക് സീസൺ എന്ന് പറയുമ്പോൾ ഈ കല്യാണങ്ങളായിരുന്നാലും മറ്റു ചടങ്ങുകളായിരുന്നാലും മറ്റു ആഘോഷങ്ങൾക്കൊക്കെയായി വരുമ്പോൾ നമ്മുടെ നാട്ടിൽ നിലവിലുള്ള ഓഡിറ്റോറിയം എങ്ങും കിട്ടാതെ വരുന്ന ഒരവസ്ഥ വരും. അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ ആളുകൾക്ക് ഇവിടെ തന്നെ ഈ ചടങ്ങുകൾ നടത്താൻ കഴിയുന്ന തരത്തിലുള്ള സൗകര്യപ്രദമായ ഓഡിറ്റോറിയം ഉണ്ടാവുന്നത് നല്ലതാണ്. MS അരുൺകുമാർ MLA ലോഗോ പ്രകാശനം ചെയ്തു. കല്ലൂർ പള്ളി മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് സജീബ് ഖാൻ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ജമാഅത്ത് ജനറൽ സെക്രട്ടറി അബ്ദുൽ സലാം ഖാൻ സ്വാഗതം പറഞ്ഞു. നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ അബ്ദുൽ സലാം ആമുഖ പ്രഭാഷണം നടത്തി. മുഹമ്മദ് കുഞ്ഞു മൗലവി അനുഗ്രഹ പ്രഭാഷണം നിർവഹിച്ചു. VH അലിയാർ ഖാസിമി മുഖ്യപ്രഭാഷണം നടത്തി.
ഷാജി എം ഷാജി നിവാസ് വല്യത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു. താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു, വൈസ് പ്രസിഡന്റ് ഷൈജ അശോകൻ, പി വി ഹരികുമാർ, പ്രഹ്ലാദൻ നമ്പൂതിരി, വിനീത് മാത്യു, ആത്തുക ബീബി, റഹ്മത്ത് റഷീദ, വി എം മുസ്തഫ റാവുത്തർ, എ സലീം, കെ അബ്ദുൽ അസീസ്, അബ്ദുൽ സലാം ഫിർദൌസ്, ജമാൽ മുഹമ്മദ് ഹസനിയ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. പ്രധാന വാർത്തകൾ വീണ്ടും. കാറിൽ കടത്തിയ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. സംഭവത്തിൽ 2 പേർ കരുനാഗപ്പള്ളിയിൽ പിടിയിൽ. തഴവ സ്വദേശികളാണ് അറസ്റ്റിലായത്. തിരുപ്പിറവിയുടെ സ്മരണയിൽ വിശ്വാസികൾ ക്രിസ്മസ് ആഘോഷിക്കുന്നു. ദേവാലയങ്ങളിൽ പാതിരാ കുർബാന, കരോൾ ഗാനങ്ങളോടെ ചടങ്ങുകൾക്ക് തുടക്കം. കുന്നത്തൂർ താലൂക്ക് NSS കരയോഗ യൂണിയനിൽ നേതൃസംഗമം. വിദ്യാഭ്യാസ ധനസഹായം വിതരണം ചെയ്തു. 2,44,000 രൂപയാണ് വിതരണം ചെയ്തത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. സൗത്ത് വോയിസ് കൊല്ലം ജില്ലയിൽ തുടങ്ങുന്ന കേരള വിഷൻ ജില്ലാ ഡിസ്ട്രിബ്യൂഷനിലേക്കും ജില്ലാ ചാനലിലേക്കും ജില്ലയിലെ വിവിധ പ്രാദേശിക കേന്ദ്രങ്ങളിലായി ആരംഭിക്കുന്ന കൺസ്യൂമർ സ്റ്റോറുകളിലേക്കും താഴെ പറയുന്ന വിഭാഗത്തിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. റിസപ്ഷനിസ്റ്റ്, ജനറൽ മാനേജർ, ടാക്സ് ഓർ ലീഗൽ അഡ്വൈസർ, ഓഫീസ് സെക്രട്ടറി, ഓഫീസ് സ്റ്റാഫ്, അക്കൗണ്ടന്റ്, സെയിൽസ് മാനേജർ, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, ഫീൽഡ് സ്റ്റാഫ്, സ്റ്റോർ കീപ്പർ, ചാനൽ പ്രോഗ്രാം ഷെഡ്യൂളർ, കൺട്രോൾ റൂം ടെക്നീഷ്യൻ, വീഡിയോ എഡിറ്റർ, ക്യാമറാമാൻ, ന്യൂസ് എഡിറ്റർ, പ്രോഗ്രാം പ്രൊഡ്യൂസർ, പ്രോഗ്രാം ആങ്കർ, ഡ്രൈവർ. മുൻപരിചയമുള്ളവർക്ക് മുൻഗണന. കൂടുതൽ വിവരങ്ങൾ ഞങ്ങളുടെ ചാനലിലെ സ്ക്രോളിംഗ് പരസ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു വിവരങ്ങൾക്ക് 7025017405 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.